നമസ്കാരം, ന്യൂസ് ഇവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബാർ കോഴ ആരോപണം. മന്ത്രി എം.പി. രാജേഷിന്റെ രാജി ആവശ്യപ്പെട്ട് കൂറ്റനാട്ടെ മന്ത്രിയുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഗാർഹിക പീഡന കേസുകൾ വർദ്ധിക്കുന്നതിൽ ആശങ്കയുണ്ടെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം വി.ആർ. മഹിളാമണി. പാലക്കാട്ട് വനിതാ കമ്മീഷൻ സിറ്റിംഗ്. പരിഗണിച്ച 40 പരാതികളിൽ 7 എണ്ണം തീർപ്പാക്കി. 2 പരാതികൾ പോലീസിന് കൈമാറി. ശേഷിക്കുന്ന പരാതികൾ അടുത്ത സിറ്റിംഗിൽ പരിഗണിക്കും. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലയിലെ സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധന ആരംഭിച്ചു. പരിശോധന താലൂക്ക് തലത്തിലുള്ള RT ഓഫീസുകൾ മുഖേന. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വാഹനങ്ങൾ നിരത്തിലിറക്കിയാൽ കർശന നടപടിയെന്ന് അധികൃതർ. തൃശൂർ വെള്ളാറക്കാട് 14-കാരൻ മുങ്ങി മരിച്ചു. മരിച്ചത് എടപ്പാൾ സ്വദേശി പുരുഷോത്തമന്റെ മകൻ അക്ഷയ്. അപകടം പാടത്ത് കൃഷിക്കായി നിർമ്മിച്ച തോട്ടിൽ. കൊരട്ടി ചിറങ്ങരയിൽ രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസ് പാതയിൽ നിന്ന് തെന്നി വീണു. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം ഈ പ്രദേശത്ത് അപകടങ്ങൾ തുടർക്കഥയെന്ന് നാട്ടുകാർ. വാർത്തകൾ വിശദമായി. ബാർ കോഴ ആരോപണത്തിൽ മന്ത്രി എം.പി. രാജേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂറ്റനാട്ടെ മന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. നിരവധി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കൂറ്റനാട് ബസ് സ്റ്റാൻഡിൽ നിന്നുമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ച് ആരംഭിച്ചത്. അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ കൊണ്ടുപോകുന്ന വാഹനം നേതാക്കൾ തടഞ്ഞു. ഇതിനിടെ ബാരിക്കേഡ് മറികടന്നെത്തിയ പ്രവർത്തകരുമായി പോലീസ് ഉന്തും തള്ളുമുണ്ടായി. മാർച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് റെജിൽ മാക്കുറ്റി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജയഘോഷ് അധ്യക്ഷത വഹിച്ചു. ചില പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഗാർഹിക പീഡന കേസുകൾ വർദ്ധിക്കുന്നതിൽ ആശങ്കയുണ്ടെന്ന് വനിതാ കമ്മീഷൻ അംഗം വി.ആർ. മഹിളാമണി. പാലക്കാട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ നടത്തിയ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. ഗാർഹിക പീഡനത്തിനെതിരെ പരാതിപ്പെടാൻ സ്ത്രീകൾ മുന്നോട്ട് വരുന്നത് ആശ്വാസകരമാണെന്നും മഹിളാമണി പറഞ്ഞു. അദാലത്തിൽ വന്ന പരാതികളിൽ അധികവും ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ടതാണെന്ന് വനിതാ കമ്മീഷൻ അംഗം വി.ആർ. മഹിളാമണി ചൂണ്ടിക്കാട്ടി. ഗാർഹിക പീഡനത്തിനെതിരെ പരാതിപ്പെടാൻ സ്ത്രീകൾ മുന്നോട്ട് വരുന്നു എന്നത് ആശാവഹമാണ്. തുടർച്ചയായി നടത്തുന്ന നിയമ ബോധവൽക്കരണ ക്ലാസുകളുടെയും സെമിനാറുകളുടെയും ഫലമാണിത്. വിവിധ സർക്കാർ വകുപ്പുകളെ യോജിപ്പിച്ചുകൊണ്ട് ഈ പ്രവർത്തനം ഊർജിതപ്പെടുത്തും. കുടുംബ പ്രശ്നങ്ങളിൽ സ്ത്രീകൾ കാണിക്കുന്ന സഹന മനോഭാവം പുരുഷന്മാർ മുതലെടുക്കുന്നുണ്ട്. എന്നാൽ സമൂഹത്തിൽ ചെറിയ തോതിലെങ്കിലും മാറ്റം പ്രകടമാണ്. ഇത് ആശാവഹമാണ്. ഹയർ സെക്കൻഡറി അധ്യാപകർക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ സംബന്ധിച്ച പരാതി ലഭിച്ചിരുന്നു. പാഠ്യേതര പ്രവർത്തന മികവിലാകണം അധ്യാപകരുടെ ശ്രദ്ധയെന്നും അനാരോഗ്യകരമായ പ്രവണതകൾ വളരാൻ അനുവദിക്കരുതെന്നും വനിതാ കമ്മീഷൻ അംഗം പറഞ്ഞു. വസ്തുസംബന്ധമായ തർക്കങ്ങളും കുടുംബ പ്രശ്നങ്ങളും അദാലത്തിൽ പരിഗണനയ്ക്ക് വന്നു. സിറ്റിംഗിൽ 7 പരാതികൾ തീർപ്പാക്കി. 2 എണ്ണം പോലീസ് റിപ്പോർട്ടിന് അയച്ചു. 5 പരാതികൾ കൗൺസിലിംഗിന് നിർദ്ദേശിച്ചു. 18 എണ്ണം അടുത്ത അദാലത്തിലേക്ക് മാറ്റി. 8 പേർ അദാലത്തിൽ ഹാജരായില്ല. ആകെ 40 പരാതികളാണ് പരിഗണിച്ചത്. അഡ്വക്കേറ്റ് ഷീബ രമേശ്, കൗൺസിലർ ജിജിഷ ബാബു എന്നിവരും സിറ്റിംഗിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി വിദ്യാർത്ഥികളുടെ യാത്രാ സുരക്ഷ ഉറപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നടപടി തുടങ്ങി. പട്ടാമ്പി RT ഓഫീസിന് കീഴിൽ വരുന്ന 250ഓളം സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള സ്കൂൾ വാഹനാപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ കർശന പരിശോധനയും നിബന്ധനകളുമാണ് RT ഓഫീസുകൾ വെച്ചിട്ടുള്ളത്. സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന ചെറുതും വലുതുമായ വാഹനങ്ങളിൽ പരമാവധി വേഗത 50 കിലോമീറ്ററാക്കി നിശ്ചയിച്ച സ്പീഡ് ഗവർണറുകൾ നിർബന്ധമാണ്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ വാഹനമോടിച്ച് പരിശോധിച്ചതിനു ശേഷം മാത്രമേ ഫിറ്റ്നസ് നൽകുകയുള്ളൂ. ഇതിനു പുറമെ ജൂൺ 1 മുതൽ എല്ലാ സ്കൂൾ വാഹനങ്ങളിലും GPS സംവിധാനം നിർബന്ധമാക്കിയിട്ടുണ്ട്. പരിശോധന പൂർത്തിയാക്കി RTO നൽകുന്ന സ്റ്റിക്കറുള്ള വാഹനങ്ങൾക്ക് മാത്രമേ പെർമിറ്റ് നൽകുകയുള്ളൂ എന്ന് AMVI മാരായ ഈസ്റ്റർ യാശിക,
മുഹമ്മദ് റഫീഖ് എന്നിവർ പറഞ്ഞു. ഇന്നിപ്പോൾ 40ഓളം വണ്ടികൾ ടെസ്റ്റിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം അടുത്ത ബുധനാഴ്ചയാണ് നമ്മൾ ടെസ്റ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ബസ്സുകളുടെ അറ്റകുറ്റപ്പണികളെല്ലാം തീർത്തിട്ട് വരാനാണ് പറഞ്ഞിരുന്നത്. വാഹനങ്ങളെല്ലാം ഏകദേശം എല്ലാം റെഡിയാക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞാനിതെല്ലാം പരിശോധിച്ചു, വണ്ടികളെല്ലാം പരിശോധിച്ചു, വാഹനങ്ങളുടെ മെക്കാനിക്കൽ കണ്ടീഷൻ പരിശോധിച്ചു, പിന്നെ ബോഡി അപ്പിയറൻസും മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അത് തൃപ്തികരമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒരു 40 വണ്ടികൾ വന്നതിൽ ഒരു 3 വണ്ടികൾ ശരിയില്ലാത്തതുകൊണ്ട് തിരിച്ചയക്കേണ്ടി വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം റെഡിയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ പരിശോധന കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വാഹനങ്ങൾ എല്ലാം ഓടിച്ച് അത് സ്പീഡിൻ്റെ ആധികാരികത ഉറപ്പുവരുത്തുന്നുണ്ട്. പിന്നെ GPS-ൻ്റെ വാലിഡിറ്റി, അതുപോലെ തന്നെ സുരക്ഷാ മിത്രയിൽ ശരിയായിട്ട് എൻറോൾ ചെയ്തിട്ടുണ്ടോ, ഈ കാര്യങ്ങളും ഞങ്ങൾ ഓഫീസിൽ നിന്ന് പരിശോധിക്കും. പിന്നെ ഇന്ന് വന്നിട്ടുള്ള എല്ലാ ഡ്രൈവർമാർക്കും ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ഒരു ക്ലാസ്, ബോധവൽക്കരണ ക്ലാസ് പോലത്തെ ക്ലാസ്സും ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വാഹനങ്ങളുടെ വൈപ്പർ, ലൈറ്റ്, ഓട്ടോമാറ്റിക് ഡോർ, എമർജൻസി എക്സിറ്റ് ഡോർ എന്നിവയാണ് പ്രാഥമികമായി പരിശോധിക്കുന്നത്. വാഹനങ്ങളിൽ വിദ്യാർത്ഥികളെ കുത്തിനിറച്ചു കൊണ്ടുപോകുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് ഗതാഗത വകുപ്പിന്റെ തീരുമാനം. വരും ദിവസങ്ങളിലും സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന തുടരും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ പാലക്കാട്ട് സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധന ആരംഭിച്ചു. ആദ്യ ദിനം 62 വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകി. മലമ്പുഴ ഡ്രൈവിംഗ് പരിശോധനാ ഗ്രൗണ്ടിലാണ് പാലക്കാട് താലൂക്ക് തല ഫിറ്റ്നസ് പരിശോധന. മാനദണ്ഡപ്രകാരമുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയ 62 വാഹനങ്ങൾക്കാണ് ആദ്യ ദിവസം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയത്. ജില്ലയിലാകെ 2000-ഓളം സ്കൂൾ ബസ്സുകളാണുള്ളത്. ശനിയാഴ്ച എത്താൻ കഴിയാത്ത വാഹനങ്ങളെ അടുത്ത ബുധനാഴ്ച വീണ്ടും പരിശോധനയ്ക്കെത്തിച്ച് സ്റ്റിക്കർ സ്വീകരിക്കണമെന്ന് RTO അറിയിച്ചു. സ്റ്റിക്കർ പതിപ്പിക്കാതെ നിരത്തിലിറക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് RTO പറഞ്ഞു. നമ്മൾ ഫിറ്റ്നസ് നോക്കും പോലെ തന്നെയാണ്. റീസെൻ്റായിട്ട് ഫിറ്റ്നസ് കഴിഞ്ഞ വണ്ടികൾ ഞങ്ങൾ അധികം ചെക്ക് ചെയ്യുന്നില്ല. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഫിറ്റ്നസ് കഴിഞ്ഞ വണ്ടികളിൽ ഞങ്ങൾ പിന്നെ സ്റ്റിക്കർ കൊടുക്കുകയാണ്. അതിന് മുമ്പ് ഏപ്രിലിന് മുമ്പ് ഫിറ്റ്നസ് കഴിഞ്ഞ വണ്ടികളാണെങ്കിൽ ഞങ്ങൾ ഫിറ്റ്നസ് നോക്കും പോലെ തന്നെയാണ്, എല്ലാം നോക്കിയിട്ട് തന്നെയാണ് സ്റ്റിക്കർ പതിച്ചു കൊടുക്കുന്നത്. താലൂക്ക് തലത്തിലുള്ള RTO ഓഫീസുകൾ മുഖേനയാണ് പരിശോധന നടക്കുന്നത്. വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം, സ്പീഡ് ഗവർണർ, എമർജൻസി എക്സിറ്റ്, മൈക്ക് സംവിധാനം എന്നിവയാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ വെള്ളറക്കാട് 14-കാരൻ മുങ്ങി മരിച്ചു. എടപ്പാൾ സ്വദേശി പുരുഷോത്തമൻ അമിത ദമ്പതികളുടെ മകൻ അക്ഷയാണ് മരിച്ചത്. പാടത്ത് കൃഷിക്കായി നിർമ്മിച്ച തോട്ടിലായിരുന്നു അപകടം. അക്ഷയും സുഹൃത്തും ഒന്നിച്ച് പാടത്തെ തോട്ടിൽ കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു. ഇതിനിടെ സുഹൃത്ത് മുങ്ങിപ്പോയി. കൂട്ടുകാരനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ അക്ഷയ് മുങ്ങിത്താഴുകയായിരുന്നു. സംഭവം കണ്ട നാട്ടുകാർ സുഹൃത്തിനെ കരയ്ക്ക് കയറ്റിയെങ്കിലും അക്ഷയെ രക്ഷപ്പെടുത്താനായില്ല. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാ സേനയെത്തി അക്ഷയെ കരയ്ക്കെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. സ്കൂൾ അവധിയായതിനാൽ വെള്ളാറക്കാട്ടെ ബന്ധുവീട്ടിലെത്തിയതായിരുന്നു അക്ഷയ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ കൊരട്ടി ചിറങ്ങരയിൽ രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസ് അപകടത്തിൽപ്പെട്ടു. മാളയിലെ ആശുപത്രിയിൽ നിന്ന് അങ്കമാലിയിലെ ആശുപത്രിയിലേക്ക് രോഗിയെ കൊണ്ടുപോകുമ്പോഴാണ് അപകടമുണ്ടായത്. ഈ ഭാഗത്ത് വാഹനാപകടങ്ങൾ നിത്യസംഭവമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. പുലർച്ചെ ദേശീയപാത കൊരട്ടി ചിറങ്ങര സിഗ്നലിനടുത്ത വളവിൽ വെച്ചായിരുന്നു അപകടം. കനത്ത മഴയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ആംബുലൻസ് ദേശീയപാതയ്ക്ക് നടുവില് കോൺക്രീറ്റ് കാനയിലേക്ക് ഇടിച്ചിറങ്ങുകയായിരുന്നു. മാള കുണ്ടായിയിലെ ആശുപത്രിയിൽ നിന്ന് രോഗിയുമായി അങ്കമാലിയിലെ ആശുപത്രിയിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് മറ്റൊരു വാഹനത്തിൽ രോഗിയെ അങ്കമാലി ആശുപത്രിയിലെത്തിച്ചു. ആംബുലൻസ് അപകടത്തിൽപ്പെട്ട ചിറങ്ങര സിഗ്നലിനടുത്ത വളവ് നിരന്തര അപകട മേഖലയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. മഴ പെയ്താൽ ഇവിടെ റോഡിൽ വെള്ളം കെട്ടിനിൽക്കും. ഇതോടെ വാഹനങ്ങൾ ഉൾപ്പെടെ റോഡിൽ നിന്ന് തെന്നിപ്പോവുകയാണെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് ഇവിടുത്തെ അപകടങ്ങൾക്ക് കാരണമെന്നാണ് ആരോപണം. കഴിഞ്ഞ മഴക്കാലത്ത് മാത്രം ഇതേ സ്ഥലത്ത് 15ഓളം അപകടങ്ങൾ നടന്നതായി പ്രദേശവാസികൾ പറയുന്നു. കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് പഠിക്കാനായി ചാലക്കുടിയിൽ നിന്നും അരൂർ വരെ യാത്ര നടത്തിയിരുന്നു. ഇതിനിടെ ഈ അപകട മേഖലയിൽ എത്തുകയോ പരിശോധിക്കുകയോ ചെയ്തില്ലെന്നും ഇവിടുത്തുകാർ കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മാജിക് മിഷൻ പാലക്കാടിൻ്റെ ആഭിമുഖ്യത്തിൽ ഓൾ കേരള മാജിക് കൺവെൻഷൻ സംഘടിപ്പിച്ചു. പട്ടാമ്പി സർക്കാർ സംസ്കൃത കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും ഇന്ന് നമുക്ക് ദൃശ്യമാധ്യമങ്ങളിലൂടെയെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ എല്ലാം
മാജിക്കിലൂടെ ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിന് വേണ്ടി കലാകാരന്മാർക്ക് സാധിക്കും എന്നതിൽ യാതൊരു തർക്കമില്ല. നിങ്ങൾ തീർച്ചയായും അതിനു വേണ്ടി മുൻകൈ എടുക്കണം എന്നുള്ളത് കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നുമായി 200ഓളം മാന്ത്രികർ പങ്കെടുത്ത പരിപാടിയിൽ ഇന്ത്യൻ ചാർലി ചാപ്ലിൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത മജീഷ്യൻ യോന തമിഴ്നാട് മുഖ്യ അതിഥിയായി. മാജിക് മിഷൻ പ്രസിഡന്റ് സുരേഷ് പട്ടാമ്പി അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കൺവീനർ സലാം വല്ലപ്പുഴ പ്രമേയം അവതരിപ്പിച്ചു. പ്രമുഖ മാന്ത്രികരായ യദുനാഥ്, അഫ്സൽ, അഭിരൂപ് പട്ടാമ്പി തുടങ്ങിയവരുടെ വ്യത്യസ്ത ഗാലാ ഷോ അരങ്ങേറി. മജീഷ്യൻ ഉസ്താദ് മജീദ് മടവൂർ, അബൂബക്കർ തൃശൂർ, മെന്റലിസ്റ്റ് ജിൽജിലി ബോബി തുടങ്ങിയവർ ടീച്ചിംഗ് ക്ലാസുകൾ നടത്തി. പ്രമുഖ മാന്ത്രികരായ ശശി താഴത്തുവയൽ വയനാട്, ഹരിദാസ് തൃശൂർ, ശ്രീജിത്ത് വിയൂർ, സേതു നിലമ്പൂർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രമുഖ മാന്ത്രികരായ കുമ്പിടി രാധാകൃഷ്ണൻ, PM ഉപേന്ദ്ര, വാഴക്കുന്നം ജൂനിയർ വിന്നർ അഭിരൂപ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി മാജിക് മത്സരവും അരങ്ങേറി. സ്വാഗത സംഘം ഭാരവാഹികളായ മുരളീധരൻ പട്ടാമ്പി, നന്ദനൻ കീഴായൂർ, സജു മഞ്ഞാലി, അലവി പുലാക്കൽ, സുരേഷ്, ജഷീർ ബാബു, ഷഹബാസ് ഖാൻ, സുരേന്ദ്രൻ പട്ടാമ്പി, രവീന്ദ്രൻ, കൃഷ്ണദാസ്, കൈലാസ്നാഥ്, അശോകൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മാജിക് മിഷൻ ജനറൽ സെക്രട്ടറി അഖിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നന്ദനൻ പട്ടാമ്പി നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. KSTA പാലക്കാട് ജില്ലാ പഠന ക്യാമ്പ് ചുനങ്ങാട് പിലാത്തറയിൽ നടന്നു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയമെന്ന വിഷയം അവതരിപ്പിച്ചാണ് CK രാജേന്ദ്രൻ പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത്. ഉപേക്ഷിച്ചാൽ നമുക്ക് ആധുനിക ടെക്നോളജി കിട്ടില്ല, ഉപേക്ഷിച്ചാൽ സാമ്പത്തിക സഹായം കിട്ടില്ല, നമ്മൾ ഒറ്റപ്പെട്ടു പോകും. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി മാറും. ഇതിൻ്റെ ഭാഗമായി മാറുമ്പോൾ അതെങ്ങനെ നമ്മുടെ രാജ്യത്തെ, സമൂഹത്തെ, നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ബാധിക്കും എന്ന തിരിച്ചറിവോടുകൂടി അതിൽ നിന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന മാർഗങ്ങൾ കണ്ടെത്തുന്നതിന് ഭരണകൂടത്തിന് സാധിക്കില്ല. ഭരണകൂടത്തിന് അങ്ങനെ സാധിക്കാതെ വരുന്നത് കൊണ്ടാണ് ഇതിന് വിധേയമായി പോകേണ്ടി വരുന്നത്. അപ്പം അതിന് എതിരായി നിൽക്കുന്ന ഭരണകൂടങ്ങൾ ലോകത്തുണ്ട്. ജില്ലാ വൈസ് പ്രസിഡന്റ് KB ബീന അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി MR മഹേഷ് കുമാർ സ്വാഗതം പറഞ്ഞു. S അജയകുമാർ, KK ഗൗരി, K പ്രഭാകരൻ, K പ്രസാദ്, ഉമാമഹേശ്വരി, G പ്രദീപ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സംഘടന എന്ന വിഷയം KSTA സംസ്ഥാന ട്രഷറർ TKA ഷാഫിയും, മഹിളാരംഗം എന്ന വിഷയം ഫിലിം ആർട്ടിസ്റ്റ് ഗായത്രി വർഷയും, വികലമാക്കപ്പെടുന്ന ഇന്ത്യാ ചരിത്രം എന്ന വിഷയം ലക്കിടി കുഞ്ചൻ സ്മാരകം സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് K ജയദേവനും, പാഠ്യപദ്ധതിയുടെ രാഷ്ട്രീയമെന്ന വിഷയം SCRT ഡയറക്ടർ ഡോക്ടർ KR ജയപ്രകാശും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്ലാസ്റ്റിക് മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയുന്നവരോട് അരുതെന്ന് നടന്നു പറയുന്ന തിരക്കിലാണ് കൊല്ലം സ്വദേശിയായ സാമൂഹ്യപ്രവർത്തകൻ പത്മജൻ. അടുത്ത തലമുറയ്ക്കും പ്രകൃതിയെ ശുദ്ധമായി നൽകേണ്ടതുണ്ടെന്ന സന്ദേശം കൈമാറാനാണ് പത്മജൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടന്ന് ബോധവൽക്കരണം നടത്തുന്നത്. കൊല്ലം ജില്ലാ മിഷൻ്റെയും കൊട്ടിയം ക്ലബിൻ്റെയും പത്മശ്രീ മണിക് ഫാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാഗ്രഫിയുടെയും സഹകരണത്തോടെയാണ് പദയാത്ര. മെയ് 16 കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്ര 9ാം ദിവസം തൃശൂർ കുന്നംകുളം പിന്നിട്ട് കഴിഞ്ഞു. ഇതിനിടയിൽ നിരവധി നഗരസഭകളിലും പഞ്ചായത്തുകളിലും ക്ലബ്ബുകളിലും എത്തി പത്മജൻ ആളുകളുമായി സംവദിക്കുകയും പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിയില്ലെന്ന പ്രതിജ്ഞ എടുപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ തിരുവനന്തപുരത്താണ് ക്യാമ്പയിൻ സമാപിക്കുക. കാസർഗോഡ് നിന്ന് മെയ് 16 ആരംഭിച്ച ഈ പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെയുള്ള ബോധവൽക്കരണ യാത്ര ജൂൺ 5 പരിസ്ഥിതി ദിനത്തിന് തിരുവനന്തപുരത്ത് എത്തുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, പ്ലാസ്റ്റിക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആയെങ്കിലും പ്രകൃതിയിലേക്ക് വലിച്ചെറിയാതിരിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാക്കാനാണ് എൻ്റെ ഈ സന്ദേശയാത്ര ആരംഭിച്ചിരിക്കുന്നത്. അതിനായി എല്ലാവരും ഈ ഒരു സന്ദേശം ഏറ്റെടുത്ത് നമ്മളെ വരും തലമുറയുടെ ഭാവിക്ക് വേണ്ടിയെങ്കിലും നമുക്കത് നടപ്പിലാക്കണം.
കുന്നംകുളത്തെത്തിയ പത്മജനെ ആറി ടെക്മാനിയ റൈഡിംഗ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമകൃഷ്ണൻ പൊന്നാട അണിയിച്ചു. വാർഡ് മെമ്പർമാരായ അഖില മുകേഷ്, വിജിത പ്രജി, ക്ലബ്ബ് ഭാരവാഹികളായ VR മുകേഷ്, CK വിജോ, VB നിബീഷ്, MK അനൂപ് എന്നിവർ സംസാരിച്ചു. തൃശൂർ കലക്ട്രേറ്റിലും പത്മജന് സ്വീകരണമൊരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മുഴുവൻ കാഷ്വൽ സ്വീപ്പർമാരെയും പാർട്ട് ടൈം ജീവനക്കാരാക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ കേരള NGO യൂണിയൻ ധർണ നടത്തി. സംസ്ഥാന സെക്രട്ടറി R സാജൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഈ ഭാഗം ആളുകൾക്ക് അംഗത്വമെടുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ വലിയ തരത്തിലുള്ള വാദപ്രതിവാദങ്ങളും വിവാദങ്ങളുമാണ് ഉണ്ടാക്കിയത്. ഇങ്ങനെയൊരു വിഭാഗത്തെ നമ്മൾ എന്തിനാണ് മെമ്പർഷിപ്പിലേക്ക് കൊണ്ടുവരുന്നതിന് ആവശ്യമുണ്ടോ? നമ്മൾ പറഞ്ഞു, അടിസ്ഥാനപരമായി സിവിൽ സർവീസിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് കാഷ്വൽ സ്വീപ്പർമാർ. അവരെ 110 രൂപ ശമ്പളം വാങ്ങുന്നു എന്നുള്ളത് കൊണ്ട് തഴയപ്പെടേണ്ട ആളുകളല്ല. അവരും ഈ സിവിൽ സർവീസിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് കേരള NGO യൂണിയൻ അംഗത്വം കൊടുക്കാൻ വേണ്ടി വലിയ ധീരോദാത്തമായ ചരിത്രപരമായ തീരുമാനമെടുത്ത സംഘടനയാണ് കേരള NGO യൂണിയൻ. ദീർഘകാലമായി ജോലി ചെയ്തു വരുന്ന കാഷ്വൽ സ്വീപ്പർമാരെ കാരണം കൂടാതെ പിരിച്ചുവിടുന്ന സ്ഥിതി ഉണ്ടാകരുതെന്ന് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി R സാജൻ ആവശ്യപ്പെട്ടു. മുഴുവൻ കാഷ്വൽ സ്വീപ്പർമാരെയും പാർട്ട് ടൈം ജീവനക്കാരാക്കുക, സ്ഥാപന ക്രമീകരണത്തിന്റെ ഭാഗമായി പുറത്താവുന്ന കാഷ്വൽ സ്വീപ്പർമാരുടെ തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് K മഹേഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K സന്തോഷ് കുമാർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള NCC ബറ്റാലിയനിലെ 2023 ഏറ്റവും മികച്ച കേഡറ്റുകൾക്കുള്ള അവാർഡ് വിതരണം ചെയ്തു. പട്ടാമ്പി സർക്കാർ സംസ്കൃത കോളേജിൽ നടന്ന പരിപാടി നഗരസഭ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ആ നിമിഷത്തിന് ഏറ്റവും പ്രാധാന്യമുണ്ട്. ആ നിമിഷത്തിന് അവാർഡ് ദാനത്തിന് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒറ്റപ്പാലം 28 ബറ്റാലിയനിലെ ബെസ്റ്റ് കേഡറ്റായി പ്രഖ്യാപിച്ചത് പട്ടാമ്പി SNGS കോളേജിൽ തന്നെ ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. പട്ടാമ്പിക്കാരിയായി കൂടിയായതുകൊണ്ടാണ് ഏറ്റവും വളരെയധികം സന്തോഷം. കാരണം പട്ടാമ്പി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു അറിയപ്പെടുന്ന ഒരു സ്ഥലവും, അതുപോലെ തന്നെ പട്ടാമ്പി SNGS കോളേജ് എന്ന് പറയുന്ന പ്രശസ്തമായ കോളേജ്, ആ കോളേജിലെ NCC കേഡറ്റ്സ് 28ഓളം വരുന്ന കേരള NCC ബറ്റാലിയനിലെ ഏറ്റവും മികച്ച കേഡറ്റുകൾക്കുള്ള അവാർഡ് വിതരണമാണ് നടന്നത്. NCC ഡയമണ്ട് ജൂബിലിയുടെ ഭാഗമായി പട്ടാമ്പി കോളേജ് NCC അലുമിനി പുറത്തിറക്കുന്ന സ്മരണിക പ്രകാശനം മുൻ NCC ഓഫീസറും റിട്ടയർഡ് പ്രിൻസിപ്പലുമായ ഒട്ടൂർ ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. NCC അലുമിനി പ്രസിഡന്റ് ഷരീഫ് തുമ്പിൽ ആദ്യ കോപ്പി ഏറ്റുവാങ്ങി. ബറ്റാലിയനു കീഴിലെ മികച്ച കേഡറ്റുകൾക്ക് ex-NCC ഓഫീസേഴ്സ് ആൻഡ് റിട്ടയർഡ് സിവിൽ സ്റ്റാഫ് അസോസിയേഷനാണ് പ്രത്യേക അവാർഡ് ഏർപ്പെടുത്തിയത്. സീനിയർ ഡിവിഷൻ വിഭാഗത്തിൽ പട്ടാമ്പി കോളേജിലെ സീനിയർ അണ്ടർ ഓഫീസറും 3ാം വർഷ BBA വിദ്യാർത്ഥിയുമായിരുന്ന അശ്വിൻ ശങ്കർ, സീനിയർ ഗേൾസ് വിഭാഗത്തിൽ ഷൊർണൂർ SN കോളേജിലെ കൃഷ്ണപ്രിയ, ജൂനിയർ ഡിവിഷനിൽ പനമണ്ണ ഹൈസ്കൂളിലെ ആദിനാഥ്, ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ വാണിയംകുളം TRK ഹൈസ്കൂളിലെ വേദ വാസുദേവ് എന്നിവരാണ് മികച്ച കേഡറ്റുകളായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മുൻ കമാൻഡിംഗ് ഓഫീസർ റിട്ടയർഡ് കേണൽ രാംകുമാർ ഗസ്റ്റ് ഓഫ് ഓണർ സ്വീകരിച്ചു. NCC ഓഫീസർ ക്യാപ്റ്റൻ Dr. P. അബ്ദു, മുൻ ലൈബ്രറിയൻ S. അഴഗിരി, മുൻ സീനിയർ അണ്ടർ ഓഫീസർ ചിത്രമേഘൻ, നിയുക്ത കെയർടേക്കർ Dr. പ്രമോദ്, MES പൊന്നാനി കോളേജ് മുൻ NCC ഓഫീസർ Dr. മുഹമ്മദ് കോയ, റിട്ടയർഡ് ANO അസോസിയേഷൻ ഭാരവാഹികളായ CN ഭവദാസൻ ഉണ്ണി, V. ഗോവിന്ദദാസ്, V. ബാലകൃഷ്ണൻ, ലീല ഗോവിന്ദൻകുട്ടി, Dr. ബാബു ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മണ്ണൂരിൽ വനിതകൾക്കായി വീട്ടിലൊരു മുറം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി തൈകൾ വിതരണം തുടങ്ങി. മണ്ണൂർ 5ാം വാർഡ് അംഗൻവാടി കേന്ദ്രത്തിൽ നടന്ന പച്ചക്കറി തൈ വിതരണം മണ്ണൂർ പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. മുളക്, തക്കാളി, വഴുതിന, കൊത്തവര തുടങ്ങിയ തൈകളാണ് വിതരണം ചെയ്യുന്നത്. കഴിഞ്ഞ കാലങ്ങളായി ഒരുപാട് തൈകൾ നമ്മൾ വിതരണം ചെയ്യുകയും പച്ചക്കറികൾ യഥേഷ്ടം ആളുകൾക്ക് ലഭിക്കുകയുമുണ്ടായി. ഇനിയും ഇതുപോലുള്ള പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കാനും നമ്മുടെ നാട് കാർഷിക വിളകളുടെ പച്ചക്കറി തൈകളുടെ ഒരു നാടായി മാറാനും നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ചടങ്ങിൽ S. കൃഷ്ണകുമാരി അധ്യക്ഷയായി. KP പ്രമീള, VP സുമലത, S. സുനിത, K. ഗീത തുടങ്ങിയവർ സംസാരിച്ചു.
ഒരു വീട്ടമ്മയ്ക്ക് വിവിധ ഇനത്തിൽപ്പെട്ട 25ഓളം പച്ചക്കറി തൈകളാണ് വിതരണം ചെയ്യുന്നത്. മണ്ണൂർ പഞ്ചായത്തിലെ മുഴുവൻ കുടുംബാംഗങ്ങൾക്കും വിതരണം ചെയ്യാനുള്ള പച്ചക്കറി തൈകൾ കൃഷിഭവനിൽ എത്തിയിട്ടുണ്ട്. വിവിധ വാർഡുകൾ കേന്ദ്രീകരിച്ചാണ് വിതരണം നടന്നുവരുന്നത്. അരിമുളക്, വഴുതന, കൊത്തവര, വെണ്ട, പയർ, തക്കാളി എന്നീ പച്ചക്കറി തൈകളാണ് വിതരണം ചെയ്യുന്നത്. വീട്ടിലൊരു മുഴം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ മുഖേന വിതരണം ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. ബാർ കോഴ ആരോപണം. മന്ത്രി MP രാജേഷിന്റെ രാജി ആവശ്യപ്പെട്ട് കൂറ്റനാട്ടെ മന്ത്രിയുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഗാർഹിക പീഡന കേസുകൾ വർദ്ധിക്കുന്നതിൽ ആശങ്കയുണ്ടെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണി. പാലക്കാട്ട് വനിതാ കമ്മീഷൻ സിറ്റിംഗ്. പരിഗണിച്ച 40 പരാതികളിൽ 7 എണ്ണം തീർപ്പാക്കി. 2 പരാതികൾ പോലീസിന് കൈമാറി. ശേഷിക്കുന്ന പരാതികൾ അടുത്ത സിറ്റിംഗിൽ പരിഗണിക്കും. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലയിലെ സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധന ആരംഭിച്ചു. പരിശോധന താലൂക്ക് തലത്തിലുള്ള RT ഓഫീസുകൾ മുഖേന. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വാഹനങ്ങൾ നിരത്തിലിറക്കിയാൽ കർശന നടപടിയെന്ന് അധികൃതർ. തൃശൂർ വെള്ളാറക്കാട് 14-കാരൻ മുങ്ങി മരിച്ചു. മരിച്ചത് എടപ്പാൾ സ്വദേശി പുരുഷോത്തമന്റെ മകൻ അക്ഷയ്. അപകടം പാടത്ത് കൃഷിക്കായി നിർമ്മിച്ച തോട്ടിൽ. കൊരട്ടി ചിറങ്ങരയിൽ രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസ് പാതയിൽ നിന്ന് തെന്നി വീണു. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം ഈ പ്രദേശത്ത് അപകടങ്ങൾ തുടർക്കഥയെന്ന് നാട്ടുകാർ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.